നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചക്കടയാണ്. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഇപ്പോൾ നല്ല ചക്കയുടെ സീസണൊക്കെയാണ്. നല്ല പഴുത്ത ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ പോകാം വീഡിയോയിലേക്ക്. അട തയ്യാറാക്കാനായിട്ട് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരച്ച് വലിയ ശർക്കരയും 4 ചെറിയ പീസ് ശർക്കരയും കൂടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഈ ഉരുക്കിയെടുത്ത ശർക്കര നീര് അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. അട തയ്യാറാക്കാൻ ആവശ്യമായ ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ബൗള് നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അരിച്ചെടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ചക്ക നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ചക്ക ഇവിടെ നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഈ ചൂട്ടോടെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ചൂടാറുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും. വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക അല്പം ചൂടാറി വന്നപ്പോൾ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടി 1/2 കപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം അല്പാൽപമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ്. വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്, അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കുക. ചക്കര ഫ്ലേവർ വേണം മുന്നോട്ട് നിൽക്കാനായിട്ട്. അട തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി അട പരത്തിയെടുക്കാം. അതിനായിട്ട് അത്യാവശ്യം വീതിയുള്ളൊരു വാഴ എടുക്കുക. അതിലോട്ട് അല്പം മാവ് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു ബൗളിൽ എക്സ്ട്രാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് കൈ ഒന്ന് നനച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ അട ഒന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ ബാക്കി എല്ലാ അടകളും ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ട് മടക്കിയെടുക്കാം. അട പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് അട വെച്ച് കൊടുക്കാം. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അട അവിടെ തയ്യാറായിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ചക്കട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചക്കട നിങ്ങൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം ഇല അതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. ചൂട്ടോടെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലപോലെ ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് ഈ അടയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.